ആവൂ. അല്ല, എങ്ങട്ടാ ഈ പോണത്? ഒരു വിളക്ക് തെളിയിക്കാനുണ്ട്. എവിടെ? പാറമടയിൽ. ഇത്രയൊക്കെ പ്രായമായിട്ടും ഈ വട്ടൊന്നും മാറിയില്ലേ? എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, പഴമക്കാര് പറയണത് കേട്ടതാ. 41 കൊല്ലം സ്ഥിരമായി പാറമടയിൽ വിളക്ക് വെച്ച എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുമത്രേ. ഇന്ന് ആ 41 വർഷം തികയുന്ന ദിവസം. ഞാനൊന്ന് നോക്കട്ടെ, എന്താ സംഭവിക്കാന്നറിയാലോ. അല്ല, ഒന്ന് പോയി നോക്കിയാലോ? എത്തി. ഇന്നും കൂടി മതിയല്ലോ, ഇനി എനിക്ക് വയ്യ. ഭക്ത, നിന്റെ കർമ്മങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. ചോദിച്ചോളൂ, എന്തു വരമാണ് നിനക്ക് വേണ്ടത്? ആരാ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അല്ല, ഞാനൊരു ശബ്ദം കേട്ടു. ഇനി അത് വല്ല അഭ്യാസോ പറ്റിക്കലോ ആണോ?
ഇത് അഭ്യാസവും പറ്റിക്കലും ഒന്നുമല്ല. അശരീരിയാണ്. എനിക്ക് ശരീരമില്ല. 41 കൊല്ലം ഇവിടെ വിളക്കു തെളിയിക്കാൻ ഏറെ പേർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് പൂർത്തിയാക്കാൻ നിനക്കാണ് സാധിച്ചത്. ആ കർമ്മത്തിന്റെ ഫലമായി 3 വരം നിനക്കു തരേണ്ടതുണ്ട്. ചോദിച്ചോളൂ. ശബ്ദം ഞാൻ കേട്ടു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായും. ഏതു രൂപത്തിലാണ് നിനക്കെന്നെ കാണേണ്ടത്? ഏത് രൂപത്തിലും നിനക്ക് വരാൻ പറ്റുമോ? നീ ആഗ്രഹിക്കുന്ന ഏതു രൂപത്തിലും. അങ്ങനെയാണെങ്കിൽ എന്റെ മരിച്ചുപോയ കൊച്ചുമോളുടെ രൂപത്തിലൊന്ന് വരാൻ പറ്റുമോ? എങ്കിൽ അങ്ങനെയാവട്ടെ. മുത്തശ്ശ, മുത്തശ്ശ. മോളെ, തൊടരുത്. തൊടണമെങ്കിൽ 2ാമത്തെ വരം ചോദിച്ചോളൂ. എനിക്കെന്റെ കൊച്ചുമോളെ തൊടണം. ഒന്ന് തൊടണം. അങ്ങനെയാവട്ടെ. മോളെ, എന്റെ മോളെ, നീ 2 വരങ്ങൾ തന്നുകഴിഞ്ഞു. ഇനി 1 വരം കൂടി നിനക്ക് ചോദിക്കാം. നന്നായി ആലോചിച്ചിട്ട് ചോദിച്ചോളൂ. ഇനി എന്ത് വരമാ ഞാൻ ചോദിക്കുക? കുറേ പണം? വേണ്ട, അത് വേണ്ട. കുറേ സ്വത്തുക്കൾ? അതും വേണ്ട. കുറേ സ്വർണം, കുറേ സ്വർണം. ഒരുപാട് സ്വർണം. അത് മതി. സ്വർണം മതി. മുത്തശ്ശ, മുത്തശ്ശ, ഇത് അവസാനത്തെ വരമാണ്. ഇനി ചോദിക്കാൻ പറ്റില്ല. നല്ലോണം ആലോചിച്ച് ചോദിച്ചാ മതി. ഞാൻ നല്ലോണം ആലോചിച്ചു മോളെ. സ്വർണം മതി. സ്വർണം മാത്രം മതി. ഇതാ നിനക്ക് 3ാമത്തെ വരവും തന്നിരിക്കുന്നു. എന്തുമാത്രം സ്വർണം! ഇത്രയും സ്വർണം ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ എന്റെ സഞ്ചി എടുക്കട്ടെ. സ്വർണം കാണാനില്ലല്ലോ. എവിടെ പോയി? സ്വർണം കാണാനില്ലല്ലോ. ഞാൻ ഇത്രയും കാലം പ്രയത്നിച്ചതിന്റെ ഫലമാണത്. അതെനിക്ക് വേണം, അതെനിക്ക് വേണം. അതെനിക്കായി തന്നതല്ലേ, അതെവിടെ പോയി? നീ തന്നെ പറയേ, നീ തന്നെ പറയേ. നിനക്ക് 3 വരങ്ങൾ തന്നതോടെ എന്റെ ജോലി തീർന്നിരിക്കുകയാണ്. നിനക്ക് സൂക്ഷിക്കാൻ കഴിയാത്തതൊന്നും നീ ആഗ്രഹിക്കരുതായിരുന്നു. പക്ഷേ ഒന്നുണ്ട്. യുക്തിയും അറിവും ഉപയോഗിച്ച് പലതും നമുക്ക് നേടാനും സൂക്ഷിക്കാനും സാധിക്കും. അതിനുള്ള ഒരു ശക്തി കൂടി നിനക്കു ഞാൻ തരുകയാണ്. മുത്തശ്ശ, മുത്തശ്ശ, എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്? ആ കള്ളനും ആ സ്വർണം സൂക്ഷിക്കാനുള്ള കഴിവില്ല. ദാ
ആ വഴിക്ക് പോയി നോക്കൂ. അത് മുത്തശ്ശന് തന്നെ തിരിച്ചു കിട്ടും. മുത്തശ്ശന്റെ കൊച്ചുമോളുണ്ട് കൂടെ. ചെല്ലു മുത്തശ്ശ. മോളെ ശരി.